മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ അന്തിമ പട്ടികയിൽ ജയസൂര്യയും. മാധവ് രാംദാസ് സംവിധാനം ചെയ്ത അപ്പോത്തിക്കിരി എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ജയസൂര്യയെ ദേശീയ പുരസ്കാരത്തിന്റെ അന്തിമ പട്ടികയിൽ എത്തിച്ചത്. മെഡിക്കൽ ത്രില്ലറായ അപ്പോത്തിക്കിരിയിലെ അഭിനയം ജയസൂര്യയ്ക്ക് ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തിരുന്നു. ദേശീയ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ മമ്മൂട്ടി നേരത്തെ ഇടം പിടിച്ചിരുന്നു. വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് മമ്മൂട്ടിയെ ഈ പട്ടികയിൽ എത്തിച്ചത്. PK എന്ന ചിത്രത്തിലെ അഭിനയ പ്രകടനവുമായി അമീർ ഖാനും ഹൈദർ എന്ന ചിത്രത്തിലെ പ്രകടനവുമായി ഷാഹിദ് കപൂറും മത്സരത്തിനുണ്ട്. കങ്കണ റാണത്തും പ്രിയങ്ക ചോപ്രയുമാണ് മികച്ച നടിമാരുടെ സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്നത്. ക്വീൻ എന്ന ചിത്രത്തിലെ അഭിനയമാണ് കങ്കണയെ പരിഗണിക്കാൻ കാരണം. മേരി കോമിലെ അഭിനയ പ്രകടനം പ്രിയങ്കയെയും പരിഗണിക്കാൻ കാരണമായി. മലയാളത്തിൽ നിന്നും 11 സിനിമകൾ അവസാന റൗണ്ടിൽ ഇടം പിടിച്ചതായാണ് വിവരം. അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, പത്മകുമാറിന്റെ ജലം, സിദ്ധാർത്ഥ് ശിവയുടെ അയൻ, വേണുവിന്റെ മുന്നറിയിപ്പ്, സലിംകുമാറിന്റെ കമ്പാർട്ട്മെന്റ്, രഞ്ജിത്തിന്റെ ഞാൻ, പ്രിയനന്ദന്റെ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ജയരാജിന്റെ ഒറ്റാൾ, സനൽകുമാർ ശശിധരന്റെ ഒരാൾ പൊക്കം, MJ മുഹമ്മദ് കോയയുടെ ആലിഫ് തുടങ്ങി 11 ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി ഇടം നേടിയിരിക്കുന്നത്.